ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നും ഒരേ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അരമണിക്കൂറിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റവയാണ്. ഒരു കപ്പ് റവ, കപ്പിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും വേണമെങ്കിൽ അളന്നെടുക്കാം. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത റവ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുക. ഒന്ന് പൊടിച്ചെടുത്താൽ റവട തരികളില്ലാത്ത ഒരു മാവായിട്ട് കിട്ടും. അപ്പോൾ റവ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല, എന്നാലും പറ്റാവുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എന്ന് പറയുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരല്ല, എന്നാൽ ചെറുതായിട്ട് പുളിപ്പ് വേണം. ചെറിയൊരു പുളിപ്പ് ഉണ്ടെങ്കിലാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ റവയും തൈരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ഇതിൽ ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും വെള്ളം നമുക്ക് ഈ മാവിന് മതിയാവില്ല. ഇതിന് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്പം ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പാടില്ല. ആ രീതിയിലാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും റവ ആ തൈരും വെള്ളമൊക്കെ വലിച്ചെടുത്ത് കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ചെറുതാണെങ്കിൽ ഒന്നെടുക്കാം, മീഡിയം സൈസിലാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താലും മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഭാഗം അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 2-3 പച്ചമുളക് അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിനി മാവിൽ വേറെ ഉപ്പ് ചേർക്കും, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ വെച്ചിട്ടുള്ള ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. എല്ലാം ഇതുപോലെ ആദ്യം തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഊത്തപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഇത് ഇട്ട് കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ഇതിലെ പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ സവാളയും തക്കാളിയും അതുപോലെ ക്യാരറ്റും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ബീൻസോ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ സമയം കൊണ്ട് റവ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള റവ ആയതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർക്കണില്ല. മൊത്തത്തിൽ നമ്മളിപ്പോൾ അരക്കപ്പ് തൈര് കൂടാതെ 1 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. അതിന് ശേഷം ഈ ഊത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് അങ്ങോട്ട് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ദോശയുടെ വലുപ്പം ഉണ്ടാവില്ല, ചെറിയൊരു സൈസിലാണ് ഉണ്ടാവുക. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സവാളയും ക്യാരറ്റും തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള മിക്സ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലും മേലെയൊക്കെ കുറച്ച് എണ്ണ അതുപോലെ ആക്കി കൊടുക്കാം. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ സമയത്ത് ഇതിൻ്റെ മേലെ ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കുറച്ച് മേലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനി വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി.
എന്നിട്ട് ആ മേൽഭാഗത്തുള്ള മാവൊക്കെ ഒന്ന് വെന്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും ഒരു മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ ദോശമാവ് വെച്ചിട്ട് ചെയ്യുന്ന ഊത്തപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. രാവിലെ ഇപ്പോൾ മാവൊന്നും ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിക്കുമ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ചട്നിയുടെയോ സാമ്പാറിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ റവ വെച്ചിട്ടുള്ള ഈ ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്